പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ വചനധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനഭാഗമാണ്. വചനം നമുക്കിപ്രകാരം വായിക്കാം. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ് വന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈ വചനഭാഗം പ്രധാനമായി പറയുന്നത് കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരോടാണ്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കർത്താവ് ഇപ്രകാരം പറയുവാനിട വരുന്നത്. കാരണം കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 3-ാമത്തെ പ്രവചനത്തിന് ശേഷം ഇവർ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ഉൾക്കൊള്ളാതെ കർത്താവിനോട്, നീ യെരുശലേമിലെത്തി മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുവാനുള്ള സ്ഥാനത്തിന് വേണ്ടി ഒരപേക്ഷ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് യാക്കോബിനും യോഹന്നാനും വേണ്ടി ഈ അപേക്ഷ സമർപ്പിക്കുന്നത് ഇവരുടെ അമ്മ തന്നെയാണ്. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ തന്നെയാണ്. അതിന് കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പലതും പറയാവുന്നതാണ്. കാരണം യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ സലോമി കർത്താവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായ സലോമിയുടെ മക്കളാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇവർ പൊതുവേ യേശുവിൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. കാരണം നമ്മൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളും നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പങ്ങളുമൊക്കെ നമ്മുടെ സ്ഥാനവലിപ്പത്തിന് അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അത്തരമൊരു ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ വേണമെങ്കിൽ ഇതിനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്. യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ഒരു അപേക്ഷ ഇവർ സമർപ്പിച്ച് കഴിയുമ്പോൾ ആണ് കർത്താവ് ഈ മറുപടി ഇവരോട് പറയുന്നത്. മറുപടി പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആരാണെങ്കിൽ പോലും അവൻ എല്ലാവർക്കും ദാസനായി മാറണം, ഇല്ലെങ്കിൽ നിങ്ങളിൽ അവൻ ശുശ്രൂഷക്കാരനായി മാറണം. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് വെച്ചാൽ അത് ശുശ്രൂഷയിലേക്കുള്ള വിളിയാണ് എന്നൊരു അവബോധം ശിഷ്യന്മാർക്ക് ഇവിടെ പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുക. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. കർത്താവിൻ്റെ കൂടെ നടന്ന് അവൻ പഠിപ്പിച്ച് അവൻ കൂടെ നടത്തിയ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത അവൻ്റെ ശിഷ്യന്മാർക്ക് പോലും അവൻ നടത്തിയ അവൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ചോ അവൻ്റെ മൊഴികളിലൂടെ അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ വേണ്ടത്ര വെളിച്ചം കിട്ടുന്നില്ല എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ ഇവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ, മഹത്വത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ ഇടത്തും വലത്തുമായ ഒരു സ്ഥാനം നൽകണം എന്നിങ്ങനെ അപേക്ഷ വയ്ക്കുന്നതിന് കാരണം. എത്ര ലാളിത്യത്തോടു കൂടിയാണ്, എത്ര ലളിതവൽക്കരിച്ചാണ് ഇവർ പോലും ഈ ഒരു സമയത്ത് ക്രിസ്തുവിനെ കാണുന്നത് എന്ന് നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കുക. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ യുക്തിയാണ് ദൈവശാസ്ത്രം എന്ന് പറയുക. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ തൊടാതെ പോകുന്നു. വചനം പറയുന്നത് ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ ആ ദൈവശാസ്ത്രം നമ്മുടെ ഹൃദയത്തെ തൊടാതെ പോകുന്നു. ഇവിടെയും സംഭവിക്കുന്നത് തന്നെയല്ലേ? കർത്താവ് 3 വർഷം കൂടെ കൊണ്ടു നടന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് മാത്രമായി പലപ്പോഴും ഉപദേശിച്ചു കൊടുത്ത് ഒക്കെ അവരെ പഠിപ്പിച്ചെടുത്തതാണ്. പക്ഷേ അവൻ പറഞ്ഞ ദൈവശാസ്ത്രം എന്താണ്? അവൻ മുന്നോട്ട് വെച്ച ദർശനം എന്താണ്? ഈ ദർശനം പലപ്പോഴും അവരുടെ ഹൃദയത്തെ തൊടാതെ പോകുന്നു, അവരുടെ ഹൃദയത്തെ സ്പർശിക്കാതെ പോകുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളും നമ്മുടെ കേൾവിയുമൊക്കെ ഇങ്ങനെയായി മാറിപ്പോകുന്നില്ലേ? പലപ്പോഴും ഒത്തിരി ആവേശത്തോടു കൂടി നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, ഒത്തിരി ആവേശത്തോടു കൂടി നമ്മൾ വചനമെന്ന വിത്ത് വിളമ്പുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഹൃദയങ്ങളിൽ തന്നെയാണോ തൊടുന്നത്? ഇത് നാം ധ്യാനിക്കേണ്ടതാണ് സഹോദരങ്ങളെ. പലപ്പോഴും എൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്ന ഒരു സംശയം തന്നെയാണിത്. അതുകൊണ്ട് ഒന്നാമതായി നാം ഇതിലൂടെ ചെന്നെത്തേണ്ട ഒരു ബോധ്യം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. നാം വിശ്വാസത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി എവിടെ വചനമെന്ന വിത്ത് വിളമ്പുന്നുവോ അവിടെയാണ് അത്ഭുതത്തിൻ്റെ കതിരുകൾ പൊട്ടുക. ഇന്നെന്തേ നമുക്ക് നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കൊരു ക്രൈസ്തവ സാന്നിധ്യമായി മാറുവാനും അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴിയായി നടന്ന ആ അത്ഭുതങ്ങളിലേക്ക്, ആ അടയാളങ്ങളിലേക്ക് നമ്മുടെ പ്രഘോഷണങ്ങൾ എത്തിച്ചേരാതെയും ഇരിക്കുന്നു.
പലപ്പോഴും സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം വിശ്വാസത്തിൻ്റെ യുക്തിയായ നമ്മുടെ ദൈവശാസ്ത്രം ഇന്ന് പലപ്പോഴും ഹൃദയങ്ങളെ സ്പർശിക്കുന്നില്ല. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം, ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ വിമാനത്തിൽ നിന്ന് താഴേക്ക് പാരച്യൂട്ടിൽ ചാടുകയാണ്. ചാടിയ സമയത്ത് പാരച്യൂട്ടൊക്കെ കൃത്യമായി വിടർന്നു കിട്ടി. പക്ഷേ അപ്രതീക്ഷിതമായി വലിയൊരു കാറ്റ് വന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ലക്ഷ്യത്തിലല്ല ഇറങ്ങാൻ കഴിഞ്ഞത്. ഇദ്ദേഹം പോയി ഇറങ്ങിയത് വേറെ ഏതോ ദിക്കിലുള്ള ഒരു മരത്തിലാണ്. മരത്തിൽ ചെന്ന് പെട്ട ഇദ്ദേഹം ഈ സ്ഥലം ഏതാണ്, എവിടെയാണ് ഞാൻ എത്തപ്പെട്ടിരിക്കുക, ഒരു പിടിയുമില്ലാതെ മരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് പാരച്യൂട്ടുമായി. അപ്പോഴാണ് താഴെ പോയ ഒരു മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ എവിടെയാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്, എവിടെയാണെന്ന് എനിക്കറിയില്ല, ഈ സ്ഥലം ഏതാണ്? അപ്പോൾ താഴെ പോയ മനുഷ്യൻ വളരെ വലിയൊരു ചിരി ചിരിച്ചിട്ട് പറയുകയാണ്, ഇത് എവിടെയാണെന്നറിയാൻ നിങ്ങളെന്തേ ഇങ്ങനെ ചോദിക്കാൻ, നിങ്ങളൊരു വലിയ മരത്തിൻ്റെ മുകളിലല്ലേ? അപ്പോൾ നോക്കുക, അയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ചോദ്യവും ഉത്തരവും തമ്മിൽ ഇവിടെ പരസ്പര ബന്ധമില്ലാതെ വരുന്നു. നമുക്കറിയേണ്ട ഉത്തരങ്ങളല്ല, നമ്മുടെ പ്രഘോഷണങ്ങളിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മുടെ കേൾവിയിൽ നിന്ന് ഈ പരസ്പര വൈരുദ്ധ്യം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. വിശ്വാസം നമ്മുടെ ഹൃദയത്തെ തൊടാത്ത അനുഭവങ്ങളായി പ്രഘോഷണങ്ങൾ വെറും ഉപരിതലത്തിൽ മാത്രം കടന്നു പോകുന്നു. ഇത് നാം ധ്യാനപൂർവ്വം ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ഇതുകൊണ്ടാണ് സഹോദരി നാം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുകളിൽ നമുക്കൊരു ജയം കിട്ടാതെ പോകുന്നതിനുള്ള കാരണം അതാണ്. പലപ്പോഴും നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്കൊരു വെളിച്ചം കിട്ടാതെ പോകുന്നതിനുള്ള കാരണം അതാണ്. വിശ്വാസത്തിൻ്റെ ഒരു തുറവി യഥാർത്ഥത്തിൽ ഈ വചന കേൾവിയിലൂടെയൊന്നും നമ്മൾ പ്രാപിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ വെറുതെ ഇങ്ങനെ വചനം കേൾക്കുകയും എന്തൊക്കെയോ വെറുതെ പ്രാർത്ഥിച്ചു കൂട്ടുകയും ചെയ്യുകയാണ്. വിശ്വാസത്തിൻ്റെ ഒരു തുറവിയാണ് യഥാർത്ഥത്തിൽ, വിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചമാണ് യഥാർത്ഥത്തിൽ ആദ്യം നിൻ്റെയും എൻ്റെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഈ വെളിച്ചം കിട്ടുമ്പോഴാണ് സഹോദരങ്ങളെ ശിക്ഷിത്വത്തിലേക്കുള്ള വിളി എന്നുള്ളത് ശുശ്രൂഷയിലേക്കുള്ള വിളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ശിക്ഷിത്വത്തിലേക്കുള്ള വിളി എന്നുള്ളത്, വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, അത് ശുശ്രൂഷയ്ക്കുള്ള വിളി തന്നെയാണ്. നമുക്കിന്ന് ശുശ്രൂഷകരായി ആളുകളില്ലാതെ പോകുന്നു. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ശുശ്രൂഷകരെ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ പരിദേവനങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ പരാതികൾക്ക് വേണ്ടി മാത്രം ദേവാലയത്തെയും അനുഷ്ഠാനങ്ങളെയും സമീപിക്കുന്നവരായി മാറുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി മാറാൻ, ക്രിസ്തുവിൻ്റെ പ്രകാശമായ സമൂഹത്തിൽ ചൈതന്യം നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നു പലപ്പോഴും. ഇതുകൊണ്ട് കർത്താവ് ഇവിടെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ എന്നിലേക്കുള്ള വിളി എന്നുള്ളത് നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനായി മാറണം. നമുക്കിന്ന് സമൂഹത്തിൽ ഒന്നാമനായി മാറാൻ ആഗ്രഹിക്കുന്നവൻ മാത്രമാണ് എന്നുള്ളത്. ശുശ്രൂഷക്കാരനായി മാറാൻ ആരുമില്ലാതെ വരുന്നു. നമ്മുടെ പുണ്യം പറച്ചിലുകൾ പോലും ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ കുണ്ടുകുളം പിതാവിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. കുണ്ടുകുളം പിതാവ് മെത്രാപ്പോലീത്തയായി സ്ഥാനമേറ്റതിന് ശേഷം തൃശ്ശൂർ നഗരത്തിൽ വെച്ച് അവിടുത്തെ വലിയൊരു പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുകയാണ്. സ്വീകരണം നൽകിയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പൂമാല്യമാണ് ചാർത്തിയത്. അദ്ദേഹത്തെക്കാൾ വലിയത് എന്ന് തോന്നാവുന്ന വളരെ മനോഹരമായ ഒരു പൂമാല, നല്ല പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച നല്ലൊരു പൂമാല തന്നെയാണ് അദ്ദേഹത്തെ ചാർത്തിയത്. അദ്ദേഹം ഈ പൂമാലയൊക്കെ എടുത്തിട്ട് വന്നു ചേർന്ന സദസ്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് പൂമാല ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പൂമാല ഞാൻ ലേലം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, 10 രൂപ. ഉടനെ സമൂഹത്തിൽ അത് വളരെ ഒരു രസം പോലെ പെട്ടെന്ന് പടർന്ന് സമൂഹത്തിൽ ഓരോരുത്തരായി ഏറ്റുചൊല്ലി, സമൂഹത്തിൽ ഓരോരുത്തരായി കൂട്ടി വിളിക്കാൻ തുടങ്ങി. മെത്രാപ്പോലീത്ത പറഞ്ഞത്, അഭിവന്ദ്യ പിതാവ് പറഞ്ഞത് 10 രൂപയാണെങ്കിൽ അടുത്തിരുന്നവൻ 20 പറഞ്ഞു, 30 പറഞ്ഞു. അങ്ങനെ രസം കൊല്ലികളായിട്ടുള്ള മനുഷ്യരിരുന്ന് കയറ്റി വിളിച്ച് 3000-ന് മുകളിൽ പെട്ടത് തന്നെ തുക വർദ്ധിച്ചു. ഉടനെ മെത്രാപ്പോലീത്ത കൈ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിർത്തുക, ഒരു നിമിഷം നിർത്ത്. എന്നിട്ട് മെത്രാപ്പോലീത്ത സമൂഹത്തെ നോക്കി പറയുന്നു, സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ പിതാവിന് ഈ മാല വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണ്ട ഭക്ഷണമൊന്നും കഴിക്കാൻ. എനിക്കിത് അന്നം കഴിക്കുന്നതിനോ എൻ്റെ പാർപ്പിടം കിട്ടുന്നതിനോ ഒന്നും വേണ്ടിയല്ല. നിങ്ങളോട് ഇപ്രകാരമല്ല ഞാൻ ചോദിക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു നേരത്തെ അന്നത്തിന് വിയർത്ത് കഴിയുന്ന ഒത്തിരി സമൂഹം ഇവിടെയുണ്ട്. ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ കഴിയുന്ന ഒത്തിരി സമൂഹം ഇവിടെയുണ്ട്. ഇവർക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ ദയാദാക്ഷിണ്യത്തോടുകൂടി 10 രൂപ സംഭാവനയാണ് ചോദിച്ചത് എങ്കിൽ ഇത്ര ആർജവത്തോടുകൂടി നിങ്ങൾ ഈ തുക നീക്കി വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഈ തുക പാവപ്പെട്ടവൻ അന്നം വിളമ്പുന്നതിന് വേണ്ടിയാണ്, പാവപ്പെട്ടവന് മരുന്ന് മേടിക്കുന്നതിന് വേണ്ടിയാണ്. എത്ര ഗംഭീരമായിട്ടാണ് സഹോദരങ്ങളെ അഭിവന്ദ്യ പിതാവ് തൻ്റെ ദർശനം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തത്.
നോക്കുക, ശുശ്രൂഷ ചെയ്യാനുള്ള വിളി, ഈ ശുശ്രൂഷയിലേക്കുള്ള വിളി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവൻ്റെയും ദൗത്യമെന്ന് തിരിച്ചറിയണം സഹോദരങ്ങളെ. നാം നമ്മുടെ ഭവനങ്ങളിൽ നാം ഒരു പിതാവായിരിക്കാം. പിതാവ് എന്ന സ്ഥാനത്തിൻ്റെ വലിപ്പത്തേക്കാൾ ഉപരി, പിതാവ് എന്ന അധികാരത്തിൻ്റെ വലിപ്പത്തിനേക്കാൾ ഉപരി നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കരം കൂപ്പി നിന്ന് വിനയത്തോടുകൂടി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് നീ ഒന്ന് വഴുതി മാറുന്നുവെങ്കിൽ, നീ ഒന്ന് നീങ്ങി നിൽക്കുന്നുവെങ്കിൽ, തീർച്ചയായും സഹോദരങ്ങളെ അവർ നിന്നെ ആദരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇന്ന് പലപ്പോഴും അധികാരത്തിൻ്റെ മൽപ്പിടുത്തങ്ങൾ മാത്രമാണ് നമുക്കെവിടെയും കാണുക. അധികാരത്തിൻ്റെ ഗർജനങ്ങൾ മാത്രമാണ് നമുക്ക് എവിടെയും കേൾക്കാനാവുക. സ്വാന്തനത്തിൻ്റെ വാക്കുകളും സ്വാന്തനത്തിൻ്റെ തലോടലുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ക്രിസ്തുവിനെ നോക്കുക. ക്രിസ്തു ഒരിക്കലും തൻ്റെ ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും നോവിക്കുന്നില്ലല്ലോ, ആരെയും വേദനപ്പെടുത്തുന്നില്ലല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 8 നമ്മൾ വായിക്കുന്നു, പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യഹൂദന്മാർ മുഴുവനും കൂടി ഓടിച്ചു കൊണ്ടുവരുമ്പോൾ അവനൊന്നും മുഖമുയർത്തി നോക്കിയതുപോലുമില്ല. അവൻ കുനിഞ്ഞിരുന്ന് നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ, കർത്താവ് ഒരു പക്ഷേ ഇവരുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുവെങ്കിൽ ഈ സമൂഹത്തിൻ്റെ നീട്ടിയ വിരലുകളേക്കാൾ ഉപരിയായി ക്രിസ്തുവിൻ്റെ ഒരു നോട്ടത്തിന് മുമ്പിൽ അവളുടെ പാപബോധം കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് അവളിൽ ഒരു ഇടർച്ച സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അവളിൽ വീണ്ടും ഒരു മുറിവ് സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അവളിലേക്കൊരു നോട്ടം കൊണ്ടുപോലും അവളെ മുറിപ്പെടുത്താതിരുന്നത്. നമ്മളൊക്കെയോ സഹോദരങ്ങളെ, നമ്മളൊക്കെ എപ്പോഴും അപരനേക്കാൾ ഭേദമാണ് ഞാൻ, അപരനേക്കാൾ മെച്ചമാണ് ഞാൻ എന്ന് പറഞ്ഞ ആ പരീക്ഷ മനോഭാവത്തിലല്ലേ നമ്മളിപ്പോഴും ഇരിക്കുക. നമ്മൾ കാര്യങ്ങളെ കാണുന്നത് ഇപ്പോഴും ആ യഹൂദന്മാരുടെ കണ്ണട വെച്ചുകൊണ്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ സാധാരണ പള്ളി പെരുന്നാളിന് അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ കണ്ണടകൾ വാങ്ങിച്ചു തരണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. പല കളറിലുള്ള കണ്ണട, പച്ച നിറമുള്ള കണ്ണടയാണ് നാം വയ്ക്കുന്നത് എങ്കിൽ നാം നോക്കുന്നതെല്ലാം പച്ചയായി തന്നെ ഇരിക്കും. യഹൂദന്മാരുടെ ആ ഷാഠ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ദർശനത്തിൻ്റെ ആ കണ്ണട വെച്ചാണ് ഇന്ന് നമ്മളും കാര്യങ്ങളെയൊക്കെ കാണുക. അവനങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇവൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇങ്ങനെ വിധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോകുന്നു. അതിന് പകരം അവനോട് ചേർന്ന് നിന്ന് അവന് ശുശ്രൂഷ ചെയ്ത് അവനെ ദൈവാനുഭവത്തിലേക്ക് ആനയിക്കുവാൻ എന്തേ നമുക്ക് കഴിയാതെ പോകുന്നു? എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു സഹോദരങ്ങളെ? നിൻ്റെ ഭവനത്തിൽ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ നിൻ്റെ ഭർത്താവ് എത്ര മദ്യപാനിയുമായിക്കൊള്ളട്ടെ, എത്ര തിന്മയിൽ ചരിക്കുന്നവരുമായിക്കൊള്ളട്ടെ, അവനെ വിധേയത്വത്തോടുകൂടി ഇത് എൻ്റെ ഭർത്താവിനെ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത് എൻ്റെ കർത്താവ് തന്നെയാണ്, അവനെ എൻ്റെ വിശുദ്ധിയിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ, അവന് ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ വേണം അവനെ വീണ്ടെടുക്കുവാനെന്നുള്ള ബോധത്തോടുകൂടി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവന് ശുശ്രൂഷ ചെയ്ത് അവന് വിധേയപ്പെട്ട് നീ കീഴടങ്ങിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് അവനെ വീണ്ടെടുക്കാൻ കഴിയും കേട്ടോ. പക്ഷേ നമ്മളിന്ന് അങ്ങനെയായി മാറുന്നില്ലല്ലോ. നമ്മളൊക്കെ എവിടെയും ഇന്ന് ഒന്നാമനാകാനുള്ള ശ്രമമാണ്, ഈ ശിഷ്യന്മാരെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ സമൂഹത്തിൽ സാമ്പത്തികമായി ഒരുവിധം എല്ലാ ചുറ്റുപാടുകളും ഒത്തിണങ്ങിയിരുന്ന രണ്ടുപേരിൽ പ്രധാനപ്പെട്ടവരാണിവർ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും അല്പം മേൽക്കൈയുള്ളത് ഇവർ തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക, സാമ്പത്തികമായി ഇത്തിരി ഔന്നത്യമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്കെപ്പോഴും ഇടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വികാരി വേണ്ട വിധത്തിൽ നമ്മുടെ പണത്തെയോ ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാനവലിപ്പത്തെയോ ഒന്നും ആദരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഉടനെ നമുക്ക് പരിഭവമായി ആ അച്ഛനോട്, ഉടനെ ഇടവക സമൂഹത്തോട് നമുക്ക് പരിഭവമായി. ഇന്ന് നമ്മൾ ഇങ്ങനെ പരിഭവങ്ങളും പരാതികളും പറയുന്നവരല്ലാതെ സഹോദരങ്ങളെ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒന്ന് നമ്മൾ ധ്യാനിച്ചു നോക്കുക. അപരന് വേണ്ടി മുറിയപ്പെടുന്ന ഒരപ്പമായി, അപരന് വേണ്ടി ഒരു കുനിയുന്ന ശിരസ്സുള്ളവനാണോ ഞാൻ? അപരന് വേണ്ടി ഒരിക്കലെങ്കിലും നമുക്ക് അവൻ്റെ മുമ്പിൽ ഒന്ന് തോറ്റുകൊടുക്കാൻ. തീർച്ചയായും സഹോദരങ്ങളെ, തോൽവിയിൽ വലിയൊരാത്മീയതയുണ്ട്. അപരന് മുമ്പിൽ ഒന്ന് ചെറുതാകുന്നതിന് മുമ്പിൽ വലിയൊരാത്മീയതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിലൂടെയാണ് നമുക്ക് അവനെ വീണ്ടെടുക്കാനാവുക. നമ്മൾ ഒന്ന് ചിന്തിക്കുക, മദർ തെരേസ ഇന്ന് വാഴ്ത്തപ്പെട്ട ഒരു പുണ്യവതിയായി മാറുകയാണ് മദർ തെരേസ. ഈ മദർ തെരേസയെ നമ്മളൊന്ന് ധ്യാനിക്കുക. എടുത്തു പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും എടുത്തു പറയാനില്ല, എടുത്തു പറയത്തക്ക പാരമ്പര്യമൊന്നും പ്രഘോഷിക്കാനില്ല, പണത്തിൻ്റെ പ്രൗഢിയാണെങ്കിൽ ഒന്നുമേയില്ല പ്രഘോഷിക്കുവാൻ. പക്ഷേ നോക്കുക, അവൾ മരിച്ചപ്പോൾ ഒരു ലോകം മുഴുവൻ, ഈ 5 ഭൂഖണ്ഡങ്ങളും മുഴുവൻ അവൾക്ക് മുമ്പിൽ നമിച്ചു നിന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനോഭാവം അവൾക്ക് മനസ്സിലുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ വറ്റാത്ത കരുണയായി ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തേ ക്രിസ്തുവിൻ്റെ ആ കരുണ നമുക്ക് സമൂഹത്തിലേക്ക് പകർത്താൻ കഴിയുന്നില്ല? ക്രിസ്തുവിൻ്റെ കരുണ എന്തേ നമുക്ക് സമൂഹത്തിലേക്ക് പകർത്താൻ കഴിയുന്നില്ല? ക്രിസ്തുവിൻ്റെ കരുണ നിൻ്റെ മനസ്സിൽ വറ്റാതെ
നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും സഹോദര സഹോദരി നീ തിരിച്ചറിയുക, നിന്നെ സമൂഹം ആദരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഒന്നാമനാകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും നീ തിരിച്ചറിയുക, നീ എല്ലാവരുടെയും ദാസനായി മാറുക, എല്ലാവരുടെയും ദാസനായി മാറുക. കർത്താവ് വളരെ ശക്തമായി ഇന്ന് പ്രബോധിപ്പിക്കുന്നത് തന്നെയാണ്. നിൻ്റെ ഭവനത്തിലായിരിക്കട്ടെ, നിൻ്റെ ഇടവകയിലായിരിക്കട്ടെ, എവിടെയാണെങ്കിൽ പോലും നിൻ്റെ ഉള്ളിൽ നീ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് എന്നുള്ള അവബോധത്തോടുകൂടി, ദാസ്യ മനോഭാവത്തോടുകൂടി നീ എല്ലാവരുടെയും ദാസനായി മാറുക. തീർച്ചയായും നിന്നെ അവൻ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. നമ്മൾ സമൂഹത്തിൽ വിധിക്കുന്ന വിധിയൊന്നുമല്ലല്ലോ തീർച്ചയായും തമ്പുരാൻ കണക്കിടുക. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 26-ാമത്തെ വചനത്തിലൂടെ കർത്താവ് പ്രകാരം പറയുന്നുണ്ട്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഉണ്ടായിരിക്കും, ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് ആദരിക്കും. സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനെ തീർച്ചയായും പിതാവ് ആദരിക്കും. നമ്മൾ സമൂഹത്തിൻ്റെ മാന്യതയും ബഹുമാനവുമൊക്കെയാണ് നാം അർത്ഥമാക്കുന്നത് എങ്കിൽ തിരിച്ചറിയുക, നീ ഒരിക്കലും കർത്താവിലേക്കല്ല നോക്കുക, കർത്താവിനെ അല്ല നീ ലക്ഷ്യമാക്കുക, നീ പിതാവിനെയാണ്, പിതാവാണ് നിനക്ക് സ്ഥാനം തരുന്നത് എന്ന് തിരിച്ചറിയുക. കർത്താവ് ഇവിടെ അതുതന്നെ പറയുന്നുണ്ട്. കർത്താവ് യാക്കോബിനും യോഹന്നാനും കൊടുക്കുന്ന മുന്നറിയിപ്പിൽ കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള സ്ഥാനം നിർണ്ണയിക്കുന്നത് ഒരിക്കലും കർത്താവ് മാത്രമല്ല, പിതാവാണ് അത് നിശ്ചയിക്കുക. അതിനുള്ള ഒരു വഴിയാണ് കർത്താവ് ഇവിടെ തുറന്നിടുന്നത്. സഹോദരങ്ങളെ, നീ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എല്ലാവരുടെയും ദാസനായി മാറുക. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരട്ടെ. കർത്താവിൻ്റെ ചൈതന്യത്തോടുകൂടി, കർത്താവിൻ്റെ പ്രഭ ചുരിഞ്ഞുകൊണ്ട് അവൻ്റെ ശുശ്രൂഷകരായി മാറുവാനുള്ള വിളി നമുക്ക് സ്വീകരിക്കാം. അതിന് കർത്താവിൻ്റെ വറ്റാത്ത കരുണ, അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ആ വറ്റാത്ത കരുണ എൻ്റെയും നിൻ്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനകേൾവി അവസാനിപ്പിക്കാം.